എ മെറ്റാലിക് സോളിഡ് സ്പിയർ വിത്ത് റേഡിയസ് ഓഫ് 6 സെന്റിമീറ്റർ. അപ്പോൾ സ്പിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. ഇറ്റ് ഇസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സോളിഡ് സിലിണ്ടർ. ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാണ്, ഈ സ്പിയറിനെ മെൽറ്റ് ചെയ്ത് ഒരു സിലിണ്ടർ ഉണ്ടാക്കുകയാണ്. ഈ സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റ് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മെൽറ്റിംഗ് ചെയ്യുമ്പോൾ സ്പിയറിനെ സിലിണ്ടറിലോട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ രണ്ട് പേരുടെയും വോളിയം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വോളിയംസ് തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 4/3 πr³ ആണ്. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് πr² ആണ്. സോ ഈ രണ്ട് ഫോർമുലാസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. 6³ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് എത്രയാണ് സിലിണ്ടറിന്റെ, 4² ഇൻറ്റു h. സോ h ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്, പൈ ക്യാൻസൽ ആവും, രണ്ടിടത്തും പൈ ക്യാൻസൽ ആവും. ഈ 4² ഡിനോമിനേറ്ററിൽ വരുന്നു. അപ്പോൾ എന്ത് പറ്റും, 6³ ഇൻറ്റു 4/3 ഇൻറ്റു 4². നമ്മളത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 18 സെന്റിമീറ്റർ എന്ത് കിട്ടുന്നു, ഹൈറ്റ് കിട്ടുന്നു. ഇതാണ് നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ്.